എല്ലാവർക്കും നമസ്കാരം. മംഗലശ്ശേരി കിച്ചൺ ട്രഷറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിപ്പോൾ നിങ്ങളിവിടെ കാണിക്കാൻ പോകുന്നത് വാഴയ്ക്ക് എങ്ങനെയാണ് മെഴുക്കുരട്ടി വെക്കുന്നതെന്നുള്ളതാണ്. അതപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ വാഴയ്ക്ക ഇതുപോലെ നീളത്തിൽ അരിഞ്ഞിവിടെ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കതെങ്ങനെ തയ്യാറാക്കുന്നതെന്നും അതിനുള്ള ഇൻഗ്രീഡിയൻസും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് കൊടുക്കാം. പാൻ ചൂടായി കഴിയുമ്പം നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. ഒരു 3 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കുറച്ച് കടുക് ഇട്ട് കൊടുത്താൽ മതി. കടുകെല്ലാം നമ്മുടെ പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചതച്ച് വെച്ചേക്കുന്ന ചെറിയുള്ളി വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കാം. അതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം, ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില അതുപോലെ തന്നെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വാഴയ്ക്ക ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ വാഴയ്ക്കെല്ലാം ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. കുറേശ്ശെ ഉപ്പിട്ടാൽ മതി. കുറച്ച് ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് ഒരു 3 ഞാനിവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു 3 സവോള, ഒരു 3 വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. വെള്ളമൊന്നും ഒഴിക്കണ്ട. അതിനുശേഷം തട്ടിപ്പൊത്തി നമുക്കിത് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇത് ഇളക്കി ഇട്ട് കൊടുക്കണം. വെന്തോന്നും ഉപ്പുണ്ടോയെന്നൊക്കെ ഒന്ന് നോക്കണം. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്കിതൊന്ന് മൂടി വെക്കണം തട്ടിപ്പൊത്തി. അപ്പോൾ നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്കിതിൽ ഉപ്പും അതുപോലെ തന്നെ ഇതൊന്ന് വെന്തോന്നൊന്ന് നോക്കാം. നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് നോക്കാം, വെന്തോന്ന് നോക്കാം. അപ്പം ഏകദേശം ഒരു 3/4 വേവായിട്ടുണ്ട്. കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്. നമുക്കൊരു കുറച്ച് ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ നല്ലതായിട്ടൊന്ന് തട്ടിപ്പൊത്തി ഞാനിവിടെ മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എനിക്ക് ഒന്ന് നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ഇനിയിപ്പോൾ നമുക്കൊന്ന് ഇളക്കി നോക്കാം. അപ്പോൾ നമ്മുടെ നേന്ത്രക്കായ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് കണ്ട വെറാന്ന് കിടപ്പുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതൊന്ന് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു ഐറ്റവുമായിട്ട് എത്രയും പെട്ടെന്ന് ഞാൻ വരുന്നതായിരിക്കും. താങ്ക്